കുഴപ്പമില്ല, ഞാനതങ്ങ് അംഗീകരിച്ചു. എനിക്ക് ഭ്രാന്താണെന്ന് ഞാനങ്ങ് സമ്മതിച്ചു. പ്രശ്നം കഴിഞ്ഞല്ലോ. ആ പ്രശ്നത്തിൽ തിരികൊടുത്തിയ ആളെ തന്നെ വിളിച്ചങ്ങ് പോവാം. ഓക്കെ, അഖിലേട്ടനെ വിളിക്കാൻ പോവാം. അഖിലേട്ടനെ വിളിക്കാം. ഞാൻ ലീഗലി മൂവിയാണ് അഖിലേട്ടാ. ഞാൻ അഖിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇതുവരെ. പിന്നിൽ പ്രവർത്തിക്കുന്ന ചിലർ കാണിക്കുന്ന മര്യാദകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിജയിക്കുന്നത് അഖിൽമാരാനും ശിവനും ഒക്കെ ആവും, പരാജയപ്പെടുന്നതോ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു വലിയ പ്ലാറ്റ്ഫോമുകൾ, അതായത് എന്റർടൈൻമെന്റ് ചാനൽ പ്രോഗ്രാം നടത്തുന്ന എന്റെ ഫോൺ ഷൈൻ എന്ന് പറയുന്ന ഒരു കമ്പനിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചാനലുമായ ഏഷ്യാനെറ്റും പരാജയപ്പെടാൻ പാടില്ല. പേടിയാണ്. തെളിവ് ഉൾപ്പെടെ ഞാൻ കാണിക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവർ തന്ന മരുന്ന് എന്റെ കയ്യിലുണ്ട്. ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ തരുന്ന മെഡിസിൻസ് എങ്ങനെ പുറത്തേക്ക് ബിഗ് ബോസ് ഷോയുടെ ആ പരിസരത്ത് ഒരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും പൂജ വയ്യാതെ പുറത്തു പോയി. അവൾ 3 മണിക്കൂറോളം അവിടെ കിടന്ന് ഇവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് അവരവിടെ ഇട്ടിരുന്നു 3 മണിക്കൂർ. അടുത്ത ദിവസം വീട്ടിലേക്ക് കയറ്റി വിടാന്ന് പറഞ്ഞ വാക്കിലാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറയുന്നത്. എൻ്റെ മുകളിൽ ഒരാൾക്ക് 1 2 പേരെ എന്നെ ഷോയിൽ ഇടാൻ താല്പര്യമില്ല. അയാൾ ഇപ്രാവശ്യവും തൊട്ട് മുന്നേ എന്നെ വന്ന അയാൾ എന്താ പറയാ ഡിഗ്രേഡ് ചെയ്തിട്ട് പോയി. ജാസ്മിനുമായിട്ട് എന്തെങ്കിലും മുൻവൈരാഗ്യം ചേട്ടനുണ്ടോ? ജാസ്മിൻ എങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്? ഷോ ചേഞ്ച് ചെയ്ത് വിട്ടത് ലാലേട്ടനാണ്. ലാലേട്ടനല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്ക്രിപ്റ്റ് ആണ്. ഹി സ്ട്രിക്ട്ലി ഫോളോയിങ് ദി സ്ക്രിപ്റ്റ്. ലാൽ സാറിന് എന്നെ അറിയത്തില്ലല്ലോ. ലാൽ സാർ മറക്കും. ശനിയാഴ്ച വരുമ്പോൾ പുള്ളിക്ക് ഓക്കെ ബിഗ് ബോസ് ഇവരൊക്കെ ഓക്കെ ഇന്ന ആൾക്കാർ. അത് കഴിഞ്ഞ് പോകുമ്പോൾ ലാലേട്ടൻ ഷോ കാണുന്നില്ല എന്നുള്ളതാണ്. ലാൽ സാറിന് ഷോ കാണാനുള്ള സമയം ഉണ്ടോ? സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ഒറ്റ എക്സ്പെർട്ടേ ഉള്ളൂ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. നമസ്കാരം. ബിഗ് ബോസ് ഷോ ഇങ്ങനെ ചൂടുപിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ചൂടിനിടയിൽ നമുക്കൊന്നുകൂടെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സിബിൻ നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. വീണ്ടും ചൂടാക്കണോ? വീണ്ടും ചൂടാക്കാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒന്നിലേക്ക് കിട്ടുമെന്ന് നോക്കട്ടെ. ഇപ്പൊ ആളുകൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? മനസ്സിലായി. സുഖമല്ലേ ചേട്ടൻ? ആ ചോദ്യം മാത്രമല്ല, അഡീഷണൽ ഒന്നുകൂടെ വരുന്നുണ്ട്. കുഴപ്പമില്ല, ഞാനതങ്ങ് അംഗീകരിച്ചു. എനിക്ക് ഭ്രാന്താണെന്ന് ഞാനങ്ങ് സമ്മതിച്ചു. പ്രശ്നം കഴിഞ്ഞല്ലോ. പിന്നെ കുഴപ്പമില്ല. എനിക്ക് മാനസികമായി പ്രശ്നമുള്ള ആളാണ്. പക്ഷെ ഞാൻ കാണാത്ത ഒരാളാണ് ബിഗ് ബോസ് ഷോയിന്റെ ഉള്ളിൽ കണ്ടത്. അതിന് പുറത്ത് വന്നപ്പോഴാണ് അതിലേക്ക് വലിയൊരു സാധനം നമ്മൾ കണ്ടെത്തിയത്, വേറെ പ്രശ്നങ്ങളിലേക്ക് പോയതും ഒക്കെ. അപ്പം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കം കുറിച്ചത്. അതിനെ ആളുകൾ ഏറ്റെടുത്തു. അതിൽ പ്രധാനമായിട്ടും ഏറ്റെടുത്ത വ്യക്തി ബിഗ് ബോസിലെ അഖിൽമാരാറാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ പ്രശ്നത്തിൽ തിരികൊടുത്തിയ ആളെ തന്നെ വിളിച്ചങ്ങ് പോവാം. അഖിലേട്ടനെ വിളിക്കാൻ പോവാം. അഖിലേട്ടനെ വിളിക്കാം. ശരി, വിളിക്കാം. അഖിലേട്ടൻ നമസ്കാരം. ഫോണിലാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ നേരിട്ട് വന്നിട്ട് നിങ്ങൾ കണ്ടില്ലല്ലോ. ഞാൻ ഒരു വീഡിയോ എന്ന രീതിയിൽ പുറത്തേക്ക് വന്നത് അഖിലേട്ടന്റെ സൈഡിൽ നിന്നാണ്. പക്ഷെ ഇപ്പോഴും എവിടെ മറകളുണ്ട്. ഇദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോഴും എല്ലാം ഷോ കഴിയട്ടെ എന്നാണ് പറയുന്നത്. ഇതിന്റെ അവസാനം എന്തായിരിക്കും? അത് നിങ്ങൾ രണ്ടുപേരും കൂടെ പറയേണ്ട ഒരു ആൻസറാണ്. ഇതിന്റെ അവസാനം എന്തായിരിക്കും? ഒരു കോർപ്പറേറ്റിനെതിരെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചാനലിനെതിരെയോ അല്ല നമ്മൾ ആരോപണം ഉന്നയിച്ചത്. ആ ചാനലിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഷോ നമ്മൾ മനോഹരമായി മാറണം. ആ ഷോയുടെ ഭാഗമായിരുന്ന ഞാനോ സിബിനോ നാളെ അപമാനിക്കപ്പെടാൻ പാടില്ല. കാരണം ആ ഷോയാണ് ഞങ്ങളുടെയൊക്കെ ആയുസ്. അപ്പൊ ആ ഷോ നശിച്ചാൽ ഞങ്ങളും കൂടിയാണ് നശിക്കപ്പെടുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ ഷോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചിലർ കാണിക്കുന്ന മര്യാദകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ആ മര്യാദകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്കത് മനസ്സിലായാൽ പോലും അവർക്കത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. അത് എനിക്കും സിബിനും ഒക്കെ അറിയാം. പക്ഷേ നടപടി എടുത്താൽ വിജയിക്കുന്നത് അഖിൽമാരാനും ശിവനും ഒക്കെ ആവും, പരാജയപ്പെടുന്നതോ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു വലിയ പ്ലാറ്റ്ഫോമുകൾ, അതായത് എന്റർടൈൻമെന്റ് ചാനൽ പ്രോഗ്രാം നടത്തുന്ന എന്റെ ഫോൺ ഷൈൻ എന്ന് പറയുന്ന ഒരു കമ്പനിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചാനലുമായ ഏഷ്യാനെറ്റും പരാജയപ്പെടാൻ പാടില്ല. അവിടെ വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ പരാജയം സംഭവിക്കുന്നത് ആ ചാനലിലാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെ പരമാവധി അവരെ സേവ് ചെയ്യാനേ ശ്രമിക്കൂ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഉന്നയിച്ച വിഷയത്തിന് അവർ തെറ്റ് കണ്ടെത്തിയെന്ന് തന്നെ വെച്ചോളൂ. ഇന്ത്യനായിട്ട് അവർ എൻക്വയറി നടത്തുന്നു. ആ എൻക്വയറിയുടെ ഭാഗമായിട്ട് അവർ മനസ്സിലാക്കുകയാണ് അഖിലും സിബിനും ഒക്കെ പറഞ്ഞ ആൾക്കാർ തെറ്റുകാരാണ്, അതുകൊണ്ട് ഇവരെ പുറത്താക്കിയേക്കാം, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയേക്കാം. അതൊരു വലിയ വാർത്തയാകും. അങ്ങനെ വാർത്തയായി കഴിഞ്ഞാൽ അഖിൽമാരൊക്കെ കേരളത്തിൽ വലിയ സ്റ്റാർ ആകും, സിബിനൊക്കെ വലിയ സ്റ്റാർ ആകും. അങ്ങനെ വരാൻ ഇവർ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ഇവർക്ക് ഉണ്ടാവും.
അതുകൊണ്ട് ഇതിനെ ഒത്തുതീർപ്പാക്കാനും ഒതുക്കി തീർക്കാനും നിശബ്ദമാക്കി വെക്കാനും ഇവർ ശ്രമിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, നാളെയിൽ ഈ ഷോയിലേക്ക് വരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ ചാനലിന്റെ ഭാഗത്തു നിന്നോ എൻഡമോൾഷന്റെ ഭാഗത്തു നിന്നോ നടക്കുന്ന ഓരോ ഷോയുടെയും വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ വന്നിട്ടുള്ള ആൾക്കാരെക്കാട്ടി കോൺഫിഡന്റ് ആയിട്ട് വരാനും, അവർക്ക് ധൈര്യപൂർവ്വം ഒരു വിഷയം അവരുടെ മുന്നിലേക്ക് എത്തിയാൽ അത് സമൂഹത്തിൽ തുറന്നു പറയാനും ഞാനിപ്പോൾ ഉന്നയിച്ച ഈ ശബ്ദം ഇവരിപ്പോൾ അതിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരിഞ്ചതാ. പക്ഷേ നമുക്ക് ആവശ്യം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഉറപ്പായിട്ടും എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി ഈ ഷോയുടെ 100ാമത്തെ ദിവസം, ചിലപ്പോൾ 100ാം ദിവസം വരെ വെയിറ്റ് ചെയ്യില്ല. ഈ പറഞ്ഞ നിയമ ഉപദേശം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ലീഗലി മൂവിയാണ് അഖിലേട്ടാ. ഞാൻ അഖിലേൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇതുവരെ. ലീഗലി മൂവിയാണ്. നല്ല കാര്യം വെച്ചാല് നീ ഉന്നയിച്ച വിഷയം ഭയങ്കര ഗുരുതരമായ വിഷയമാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗസിൽ വന്നു പോയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അതാണ് പലരും ഏറ്റുപിടിച്ചതെങ്കിലും ഞാൻ അടിസ്ഥാനപരമായിട്ട് നിനക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നമാണ് ഞാൻ അവിടെ ഉന്നയിച്ചത്. കാരണം ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഷോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന നടത്തുന്ന ഒരു വലിയ ശ്രമം, അതൊക്കെ മാത്രമല്ല അതിനെ തുടർന്ന് നിന്നെ നിശബ്ദനാക്കാൻ നടത്തുന്ന നീക്കം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നിന്റെ ഇന്റർവ്യൂസിന്റെ ഒക്കെ അടിച്ചെടുത്തുകൊണ്ട് കമന്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ മനസ്സിലാക്കുന്നില്ല ഇവരുടെ കുടുംബത്തിൽ ഒരാളെയാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ച് മാറ്റുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഫാന്റെ ഭാഗമായിട്ട് ഇപ്പം ഓരോ മത്സരാർത്ഥി ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അവര് വന്നിട്ട് നിന്നെ കുറ്റം പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ആക്ച്വലി ഇവർ അവിടെ നടന്നേക്കുന്നത് എന്നുള്ളത്. അതൊക്കെ PR ടീം ആകില്ലേട്ടാ. അത് കാശ് കൊടുത്ത് നിയമപരമായിട്ട് പോകേണ്ട സ്പേസിൽ നിയമപരമായിട്ട് പോകണം. നമുക്ക് നീതി കിട്ടുമോ നീതി കിട്ടില്ല എന്നുള്ളതൊന്നുമല്ല. വർഷങ്ങളോളം നീതിക്ക് വേണ്ടി അലഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, നീതി ലഭിക്കാതെ പോയിട്ടുള്ളവരുണ്ട്, നീതി ലഭിച്ചവരുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥം നമ്മൾ പോരാട്ടം തുടരണ്ടെന്നുള്ള പോരാട്ടം തുടരണം. നമ്മളാൽ കഴിയാവുന്ന ഇതിൽ എന്റെ കാര്യം പോലും പറഞ്ഞാൽ നമ്മുടെ പല പ്രോഗ്രാമുകൾ പോലും വിളിച്ച് പാര വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ മുന്നോട്ട് വരും. അപ്പൊ എല്ലാവിധ സപ്പോർട്ടും എന്റെ ഭാഗത്തുണ്ടാവും. താങ്ക് യു ചേട്ടാ. താങ്ക് യു. അപ്പം അഖിലേട്ടനും സിബിൻ ചേട്ടനും സംസാരിച്ച ഒരു കോളിലാണ് ഇതിനൊക്കെ തുടക്കം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരിക്കും ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ ഒരു 78 മണിക്കൂറിന്റെ ഒരു ടൈം പീരീഡ് പറയുന്നത്, ആ ടൈമിൽ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ വിശദമായി പിന്നെ സംസാരിക്കുന്നത് പറഞ്ഞല്ലോ. ഞാൻ എല്ലാവരോടും പറഞ്ഞത് എന്താണ് 78 മണിക്കൂറിലുണ്ടായിരുന്നു ഞാൻ പറയും. അത് ഷോ കഴിയട്ടെ, ഷോ കഴിയാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. 100 ദിവസം കഴിയുമ്പോൾ അതിന് എന്ത് പ്രസക്തി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയണം. അത് എന്താണ് സംഭവിച്ചത്, എനിക്കുണ്ടായ നീതിയാണോ അനീതിയാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇപ്പം ഞാൻ അവരോട് തന്നെ വളരെ ഒഫീഷ്യലി ഞാൻ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. എന്തിനെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ഏഷ്യാനെറ്റ് എൻഡമോൾ ഷൈൻ ടീമിനോടും ഏഷ്യാനെറ്റിനോടും ഞാൻ ഏഷ്യാനെറ്റ് വഴിയല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ എൻഡമോൾ ഷൈൻ ടീമിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് പ്രോട്ടോക്കോളിൻ്റെ പേരിലാണ് എന്നോട് ഈ 72 മണിക്കൂറിൽ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് ഞാൻ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി അവരെനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ ഈ ഷോ കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു സൈഡിലുള്ള ആൾക്കാർ പറയാൻ സാധ്യതയുള്ളത് എന്നെ പുറത്തിറക്കി വിട്ടതിന്റെ ദേഷ്യവും അമർഷവും തീർത്താണെന്ന് പറയാം. പിന്നെ വേറെ ഒന്നുകൂടെ പറയാൻ സാധ്യതയുണ്ട്, പറയുന്നുണ്ട്, പേടിയാണ്. ആരെയാണ് പേടി? ഇല്ല, പറയാനൊരു പേടിയില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു പിന്നെ അത് പറയാതിരിക്കാൻ എന്തിനാ? തെളിവ് ഉൾപ്പെടെ ഞാൻ കാണി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവർ തന്ന മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ആ ബിഗ് ബോസ് ഹൗസിൽ മരുന്ന് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഒരു കവറിനകത്ത് കൺസീൽ ചെയ്ത് നിങ്ങളൊക്കെ കാണാറുണ്ട്. ആ കൺസീൽ ചെയ്ത് സിബിൻ എന്ന് പേരെഴുതി ആ കവറിനകത്തുള്ള മരുന്ന് അങ്ങനെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ തരുന്ന മെഡിസിൻസ് എങ്ങനെ പുറത്തേക്ക് സിബിനേട്ടനെ എത്തിച്ചു? അത് പുറത്ത് ഹോട്ടലിൽ എനിക്ക് തന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഈ 72 മണിക്കൂർ ഒരു ഹോട്ടൽ മുറിയിൽ എന്നെ പൂട്ടിയിട്ടപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ മരുന്ന് എനിക്ക് തരുന്നത്. അത് എൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ക്യാമറ ഒന്നും ഇല്ല ആ സമയത്ത്. ഒരാളേ ഉള്ളൂ, ഒരു ഷാഡോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കണ്ണിങ്നെസ് ആണെന്ന് വിചാരിക്കാം. ഞാനത് ഇറങ്ങുന്ന സമയത്ത് പതിയെ പൊക്കിയെടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടങ്ങ് ഇറക്കി. ഇനി ഇറങ്ങാൻ സമയത്ത് അവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഒരു പുറത്ത് ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കൂടെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. കണ്ടു. ഇറങ്ങി 2ാമത്തെ ദിവസം എൻ്റെ വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനൊരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെൻ്റലി താങ്കൾ ഫിറ്റാണ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് പരിപാടിയൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇല്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ റെഡിയാണ്. ഇത് നിയമപരമായിട്ട് നിങ്ങൾ നേരിടുമ്പോൾ ഇറങ്ങിയ 2ാമത്തെ ദിവസം സിബിൻ എന്നെ വന്ന് കണ്ടിരുന്നുവെന്നും എനിക്ക് പ്രഥമ ദൃഷ്ടിയാലോ അല്ലെങ്കിൽ എൻ്റെ പരിശോധനയിൽ അദ്ദേഹത്തിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും എനിക്ക് മനസ്സിലായെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പുള്ളി തയ്യാറാണ്. അല്ലാതെ ഈ മെൻ്റൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അറ്റ് സച്ച് അങ്ങനെ കൊടുക്കുന്ന പരിപാടി ഇല്ല. ഷോയ്ക്കുള്ളിൽ നമുക്ക്
സൈക്കോളജിസ്റ്റും ഉണ്ട് സൈക്കാട്രിസ്റ്റും ഉണ്ട്. ഇതിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ അധികാരമുള്ള വ്യക്തി ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ്. ബിഗ് ബോസ് ഷോയുടെ ആ പരിസരത്ത് ഒരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഇല്ല, അങ്ങനെ ആരും അവിടെ ഇല്ല. അവർ വീഡിയോ കോളിലാണ് വരുന്നത്. വീഡിയോ കോൾ, മനസ്സിലായോ? അവിടെ ഉള്ളത് ഒരു ഡോക്ടറുണ്ട്, ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ എന്നെ 2 ഡോക്ടേഴ്സ് വന്ന് കണ്ടിട്ടുണ്ട്. 2 പേരും നോർമൽ ഫിസിഷ്യൻസ് ആവാനാണ് സാധ്യത. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾ എന്നെ മീറ്റ് ചെയ്ത് ഒരു വീഡിയോ കോളിലൂടെയാണ്. വീഡിയോ കോൾ നടക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം കൺഫെഷൻ റൂമിൽ, അത് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ റെക്കോർഡിങ്ങിൽ ഡെഫിനറ്റ്ലി ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമേ പുറത്തും വിടാൻ ഞാൻ പറയുന്നു. എനിക്ക് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുള്ളൂ. കാര്യം ഞാൻ അതിലൊക്കെ പറഞ്ഞത് പ്രൊഡക്ഷൻ ടീമിനെ കുറിച്ചും ക്രിയേറ്റീവ് ടീമിനെ കുറിച്ചാണ്. അവരെന്നോട് ചെയ്ത അനീതിയെക്കുറിച്ചാണ് ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലാതെ എനിക്ക് മാനസിക പ്രശ്നമാണ് എനിക്കങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതേ പ്രശ്നം തന്നെ 13 തവണ ഗബ്രി ഫേസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. 13 തവണ പാനിക് അറ്റാക്ക് വന്നിട്ടുള്ള വ്യക്തിയാണ് ഗബ്രി എന്ന് പുറത്തിറക്കിയതിനു ശേഷം പറഞ്ഞതാണ്. അപ്പം ഗബ്രിക്ക് 13 തവണ വന്നിട്ടും ഗബ്രീനെ പുറത്തിറക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഒരു തവണ വന്നപ്പം അത് പുറത്തേക്ക് വന്നു, അത് പ്രശ്നമായി മാറുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താണ് കാരണം? അതെനിക്ക് അറിയില്ലല്ലോ. ഇവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ടാവും. ഒന്ന് ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മോൾ ഷൈൻ്റെ ടീമിൻ്റെ ഡിസിഷനാണ് സിബിനെ അകത്ത് കയറ്റാൻ പറ്റില്ല എന്നുള്ളത്, ഏഷ്യാനെറ്റിൻ്റെ അല്ല എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എൻ്റെ മോൾ ടീമിന് എന്തിനായിരിക്കും എന്നെ അകത്ത് കയറ്റാൻ പാടില്ലാത്തത്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അതാണ് എൻ്റെ ചോദ്യം. എന്താണ് ഞാൻ അവരോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? അല്ലെങ്കിൽ ഷോയിൽ ഞാനുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് മെന്റലി ഉള്ളതാണെങ്കിലും ഫിസിക്കലി ഉള്ളതാണെങ്കിലും ഒരുപാട് ചെക്കപ്പുകൾ ചെയ്തിട്ട് ഏകദേശം ഒരു 18ഓളം ചെക്കപ്പുകൾ ചെയ്തിട്ട് ടെസ്റ്റ് ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. 4,000 രൂപയ്ക്ക് അടുത്തുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ 1 hour ഇതേ സൈക്കോളജിസ്റ്റ് നമ്മളോട് സെഷൻസ് ഉണ്ട്. ഈ സൈക്കോളജിസ്റ്റ് അന്ന് 1 മണിക്കൂറോളം എൻ്റെ അടുത്ത് സംസാരിച്ചു. വീഡിയോ കോളിലാണ്. എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ. അപ്പോൾ പ്രോപ്പർ നെറ്റ് കണക്ഷനിൽ ഞങ്ങൾ വൃത്തിയായിട്ട് സംസാരിച്ചു ഏതാണ്ട് 1 മണിക്കൂറോളം. അന്ന് അയാൾ അത് കണ്ടുപിടിക്കാത്ത പ്രശ്നം പിന്നെ എങ്ങനെ അയാൾ കണ്ടുപിടിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ മെന്റലി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് ആണ് അവിടെ ഉള്ളത്. അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു സീസൺ 4-ലാണോ 5-ലാണോ ഒരാളെ ഒരു കുട്ടിയെ അകത്ത് കയറ്റി വിട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്തിനായിരുന്നു? അതെന്തോ മെന്റലി ഇഷ്യൂ പറഞ്ഞിട്ടല്ലേ പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ കയറ്റി വിടുന്നതിന് മുന്നേ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു കുട്ടിക്ക് പ്രശ്നമുണ്ടെന്ന്. അറിയാമായിരുന്നു. ഞാൻ പറയാണല്ലോ, എനിക്ക് അകത്തുള്ള സോഴ്സസ് വെച്ച് ഞാൻ പറയുക. അവർക്ക് അറിയാമായിരുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെ കയറ്റി വിട്ടതാണ്. ഇപ്പോൾ എന്നെ ഞാൻ എന്താ പറയുക, അപ്പോൾ 2-നും 2 നീതിയാണ്. ഇപ്പം എൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഞാൻ ചോദിക്കുകയാണ് ഡോക്ടറിൻ്റെ അടുത്ത്. മരുന്ന് കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ ഓബ്വിയസ്ലി പ്രിസ്ക്രിപ്ഷൻ ചോദിക്കുമല്ലോ. അത് കാണിക്കാത്ത അതെന്താ പുറത്തു വിടാത്ത? അപ്പം ഞാൻ നിർബന്ധിച്ചപ്പോൾ എന്നെ അത് കാണിച്ചു മൊബൈലിൽ. അപ്പോൾ അതിൽ എഴുതിയിരുന്നത് എൻ്റെ സിംറ്റം അക്യൂട്ട് സ്ട്രെസ് എന്നാണ്. സ്ട്രെസ്സുള്ള എന്നെ ഉറങ്ങാനാണ് ഡോക്ടർ പറഞ്ഞത്. ഉറങ്ങിയിട്ട് വരും. ആ സ്ട്രെസ്സുള്ള എനിക്ക് ഈ മരുന്ന് തരാൻ പാടില്ല. തെറ്റല്ലേ? തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടുത്ത് വേറൊരു കാര്യം പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സിബിൻ്റെ പ്ലാൻ പുറത്തിറങ്ങി പോയതിനു ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തിരിച്ചു കയറുക എന്നതായിരുന്നു സിബിന്റെ ലക്ഷ്യം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ലാലേട്ടൻ വന്നിട്ട് വഴക്ക് പറയുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുന്നു ഒക്കെ, അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നോ സിബിന്? അങ്ങനെ ഒരു ലക്ഷ്യം നടക്കാത്തൊരു സ്ഥലമാണ് ബിഗ് ബോസ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എത്ര പേര് സീസൺ 2-ൽ ഒരു സംഘം ആൾക്കാർ പുറത്തോട്ട് തിരിച്ചു കയറിയൊന്നില്ലേ? ഷോ നടന്നില്ലേ? സീസൺ 3-ലും പുറത്ത് പോയി അകത്ത് കയറി വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ സീസൺ 4-ലാണെങ്കിലും എല്ലാ സീസണിലും ഇങ്ങനെ പുറത്ത് പോയിട്ട് കൊണ്ടുവരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം മണിക്കുട്ടൻ ചേട്ടൻ കമ്മിങ് ബാക്ക് ടു ദാറ്റ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. മണിക്കുട്ടൻ ചേട്ടൻ 3 ദിവസം വെളിയിലായിരുന്നു. എനിക്കുണ്ടായ അതേ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആണ്. അദ്ദേഹത്തിന് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പുറത്ത് കൊണ്ടുപോയി 3 ദിവസം കഴിഞ്ഞിട്ടാണ് മണിക്കുട്ടൻ ചേട്ടൻ അകത്തേക്ക് തിരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ മണിക്കുട്ടൻ ചേട്ടൻ പുറത്ത് കൊണ്ടുവന്നില്ല. ഇതൊന്നും ഞാൻ തിങ്ക് ചെയ്യുന്നില്ല. ഞാൻ ഷോ ഒന്ന് പുറത്ത് പോകണമെന്ന് പറയുന്നു. നിങ്ങൾ കാണുന്ന തിങ്കളാഴ്ച എപ്പിസോഡ്, ഞായറാഴ്ചയാണ് ഞാൻ പറയുന്നത് എനിക്ക് പുറത്ത് പോയാൽ പറ്റൂ. അങ്ങനെ വൈകുന്നേരം എന്നെ ഇവർ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറയുന്നു. എനിക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. എനിക്ക് ഷോ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു കൺവിൻഷൻ അവർ തരുന്നില്ല. അപ്പോൾ അവർ പറയുകയാണ് സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാനായിട്ട് അദ്ദേഹം ഒരു കാരണം കാണിച്ചു തരികയാണെങ്കിൽ നിൽക്കാം, വേണമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്നത്. എന്താണ്, ഞാൻ പോയിട്ട് നോമിനേഷനിൽ പങ്കെടുക്കുന്നു. അപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, കാര്യം എനിക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ സൈക്കോളജിസ്റ്റിനെ കണ്ട പുള്ളി പറഞ്ഞതാണ്, നീ ഇപ്പോൾ ടെൻഷനിലാണ്, നീ ഇപ്പോൾ കുറച്ച് അപ്സെറ്റാണ്. കാര്യം എൻ്റെ അതിനകത്ത് കിട്ടിയ ആകെയുള്ളൊരു സുഹൃത്ത് പൂജ വയ്യാതെ പുറത്തു പോയി.
വയ്യാതെ പുറത്തുപോയി. അവൾ 3 മണിക്കൂറോളം അവിടെ കിടന്ന് ഇവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് അവരവിടെ ഇട്ടിരുന്നു. 3 മണിക്കൂർ കുട്ടിയെ കൊണ്ടുപോകാൻ 3 മണിക്കൂറോളം എടുത്തു മിനിമം. അപ്പം ഞങ്ങളെ പുറത്താക്കി ബ്ലൈൻഡ്സ് അടച്ചിട്ട് വന്ന് അവിടുത്തെ AVയുടെ കേർട്ടൻ തുറക്കുന്നു. ലാൽ സാറ് വരുന്നൊരു AIയുടെ ഒരു അത് തുറക്കുന്നു. വീണ്ടും ഞങ്ങളകത്ത് കയറ്റുന്നു. പിന്നെ ഞങ്ങളെ പുറത്താക്കിയിട്ടാണ് പൂജയെ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ എത്ര സമയം അവരവിടെ പൂജ ഇട്ടിരുന്നു നിങ്ങൾ ആലോചിക്കുക. അതൊക്കെ മറ്റ് കണ്ടസ്റ്റൻസിനോട് നിങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സമയം പൂജേനെ അതിനകത്ത് ഇട്ടിരുന്നപ്പോൾ ആദ്യം ഒരു മനുഷ്യത്വ ഇല്ലായ്മയാണ് ഇവർ കാണിക്കുന്ന മനസ്സിലായിട്ടുള്ള ബ്രേക്ക് ഡൗൺ ഒക്കെ കൊണ്ടിട്ടാണ് ഞാൻ അത്രയും തകർന്നു പോയിട്ട് ഇവരോട് പറഞ്ഞത്. അപ്പോൾ സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം എനിക്ക് തരുന്ന ഉപദേശം, നീ കാം ഡൗൺ ആവും, എന്നിട്ട് തീരുമാനിക്കും പുറത്തു പോകണം വേണ്ടത്. എന്നിട്ട് പുള്ളി എന്നോട് അപ്പം ചോദിച്ചു, ഞാൻ നിനക്കൊരു ടാബ്ലറ്റ് തരട്ടെ ഒന്ന് കൂളാവാൻ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ സൈക്യാട്രിക് ഡ്രഗ് കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ സിബിനൊന്ന് ഉറങ്ങണം. സിബിന് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വേണ്ട, കുഴപ്പമില്ല ഡോക്ടർ. ഞാനിങ്ങനെ അല്ല, ഇത് നിങ്ങളുടെ ഡെയിലി ജോലിയല്ല, ഇതൊരു ഡിഫറെൻ്റ് സ്ഥലമാണ്, ഡിഫറെൻറ്റ് പരിപാടിയാണ്. സിബിൻ ഉറങ്ങണം. സിബിനൊന്ന് ഉറങ്ങിയിട്ട് ഇപ്പം പോയി കിടന്ന് ഉറങ്ങൂ, എന്നിട്ട് നാളെ ഉച്ചയ്ക്ക് എണീറ്റാൽ മതി, എന്നിട്ട് തീരുമാനിക്കുക, റെസ്റ്റ് എടുക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നെ പുറത്ത് പോകാൻ പറയുന്നത്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുറത്ത് പോകാൻ പറ്റിയില്ല. അതിനും കാരണങ്ങളുണ്ട്, അതും ഞാൻ പറയും. പുറത്ത് പോകാൻ എന്തുകൊണ്ട് പറ്റിയില്ല, അവിടെ പുറത്ത് പോയി അതിന് ശേഷം എന്നോട് എന്താണ് സംസാരിച്ചത് എല്ലാം ഞാൻ പറയാം. എന്നിട്ട് തിരിച്ച് വീട്ടിനുള്ളിലേക്ക് കയറി വന്നിട്ട് പിന്നെ എനിക്ക് വേണ്ടത് റെസ്റ്റാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് അടുത്ത ദിവസം രാവിലെ ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറയുന്നുണ്ട്, എന്നെ അകത്തേക്ക് വിളിക്കൂ, എന്നെ അകത്തേക്ക് വിളിക്കൂ. വിളിക്കാതാകുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു എനിക്ക് ഹാലൂസിനേറ്റ് ചെയ്യുന്നു, എന്നെ വിളിക്കണം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർ ഇമ്മീഡിയറ്റ്ലി പുറത്ത്. എന്നിട്ട് എൻ്റെ അത് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ഉറങ്ങി എണീറ്റ് ഡോക്ടറിനെ മീറ്റ് ചെയ്യുന്നത് അന്ന് രാത്രി ഒരു 12 മണിയാവും. അപ്പോൾ എനിക്ക് സമയമൊക്കെ അറിയാം, ബിക്കോസ് വീഡിയോ കോളിലാണ് ഡോക്ടർ വരുന്നത്, വാട്സാപ്പ് വീഡിയോ കോൾ. എൻ്റെ കൂടെയുള്ള ഷാഡോയുടെ വാട്സാപ്പ് വീഡിയോ കോളാണ്. ആ വീഡിയോ കോളിൽ കാണുമ്പോൾ ഞാൻ പുള്ളിയോട് പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ഓക്കെയാണ്, ഉറങ്ങി എണീറ്റപ്പം ശരിയായി എന്ന് പറയുന്നു. ആ പുള്ളി പറയുന്നത് ഉറപ്പാണ്, ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ എണീറ്റോ എന്ന് പറഞ്ഞു പുള്ളി. ഞാൻ അത്ര നേരം കിടന്ന് ഉറങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെയാണ്, ഇപ്പം നീ കുറച്ച് കാം ഡൗൺ ആയിട്ടുണ്ട്, പിന്നെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ കാണുന്നത്. ഞാൻ പറഞ്ഞു ചുമ്മാ സ്വപ്നം കണ്ടതായിരിക്കും ഡോക്ടർ, നല്ല വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു പുള്ളി എടുത്ത്. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അത് വേറെ സ്വപ്നം കണ്ടതാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അടുത്ത ദിവസം വീട്ടിലേക്ക് കയറ്റി വിടാമെന്ന് പറഞ്ഞ വാക്കിലാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങി പോകാൻ പറയുന്നത്. പുറത്ത് വിടാനാണെങ്കിൽ ഇവർ എന്തുകൊണ്ട് തന്നെ അന്ന് വെളി വിട്ടില്ല. ശരി പുറത്ത് പോകണം, ഇവൻ മെൻ്റലി പ്രശ്നമാണ്, എന്നാൽ അന്ന് എന്ത് വിടാത്ത, എന്തിനെന്നെ 3 ദിവസം പൂട്ടി കിടണം. എൻ്റെ വീട്ടുകാർ വിളിക്കുകയാണെന്ന് അറിയുന്നിരുന്നു, എന്ത് നടക്കുന്ന അറിയില്ല. അവസാനം എൻ്റെ അനിയൻ, എൻ്റെ എമർജൻസി കോൺടാക്റ്റിലുള്ള എൻ്റെ അനിയൻ മഹേഷാണ്, അവൻ അവിടെയുള്ള ഒരാളെ വിളിച്ച് ചൂടായി, നീ എൻ്റെ ചേട്ടൻ എന്ത് സംഭവിക്കുന്നത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പെട്ടി പ്രമാണം എടുത്തിട്ട് അങ്ങോട്ട് വരും. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ 3-ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, ആൾ റെസ്റ്റ് എടുക്കുവാണ്, ചിരിച്ചുകൊണ്ടിരിക്കുവാണ്, ഇങ്ങനെയാണ് കൊടുത്ത റിപ്പോർട്ട്. അതേ സമയത്ത് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ ആളോടും പറഞ്ഞു, കോൺട്രഡിക്ടറി ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പറയാം, സമയമാവട്ടെ, പറയാന്ന് പറഞ്ഞിട്ട് ഒന്നും ഷോ കഴിയട്ടെ മോളെ, ഇത് വരട്ടൊന്നുമല്ല, ഇത് സ്റ്റോളിംഗ് ഒന്നും അല്ല, ഇതൊക്കെ ഷോ കഴിയട്ടെ. ഷോയിൽ ജോലി ചെയ്യുന്നവരുടെ ജോലിയൊക്കെ അവരെല്ലാവരും ഒന്ന് ഫ്രീ ആവട്ടെ. എന്നിട്ട് അവിടെ ഇപ്പം ജോലി ചെയ്യുന്നവരും എൻ്റെ കൂടെ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറയും, അതെൻ്റെ ഉറപ്പാണ്. അങ്ങനെ പറയട്ടെ, അങ്ങനെ പറയും, വിശ്വസിക്കുന്നു. അപ്പം ഈ ഷോയ്ക്കുള്ളിൽ തന്നെ സിബിൻ എന്ന വ്യക്തിനെ പുറത്താക്കാൻ എൻഡമോൾ ഷൈൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏഷ്യാനെറ്റിൻ്റെയോ ഭാഗമായിട്ടുള്ള ആൾക്കാർ മനഃപൂർവ്വം കളിച്ചതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എൻഡമോൾ ഷൈനിലെ ടീമിലെ ആൾക്കാർ മനഃപൂർവ്വം കളിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, അറിയില്ല, ഡോണ്ട് നോ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്. പക്ഷേ എൻഡമോൾ ടീമിൽ എന്തായാലും ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു, ഉറപ്പാണ്. ഇനീഷ്യലി അവർക്ക് എന്നെ അകത്തിടാനേ താല്പര്യമില്ലായിരുന്നു. എൻ്റെ മുകളിൽ ഒരാൾക്ക് 1-2 പേരെ എന്നെ ഷോയിൽ ഇടാൻ താല്പര്യമില്ല. ഇപ്പം പേര് പറയുന്നതിൻ്റെ പ്രശ്നമുണ്ട്, പുള്ളിക്ക് നമ്മളകത്ത് വരാൻ താല്പര്യമില്ലായിരുന്നു. അതെനിക്ക് മനസ്സിലായത് ലാസ്റ്റ് ഇയറാണ്, ഈ വർഷമല്ല, ഇതിന് തൊട്ട് തലേ വർഷവും ഞാൻ ബിഗ് ബോസിൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ ഒക്കെ പോകാനുള്ള പരിപാടിയൊക്കെ ഓണായിരുന്നു, എല്ലാം ത്രൂ ആയിരുന്നു. അതിൽ 2 പേർക്ക് താല്പര്യമില്ല. അയാൾ ഇപ്രാവശ്യവും എന്നെ, ഞാൻ ക്യാരവാനിൽ കയറുന്നതിന് തൊട്ട് മുന്നേ എന്നെ വന്ന അയാൾ എന്താ പറയുക ഡീഗ്രേഡ് ചെയ്തിട്ട് പോയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് കേസ് കൊടുക്കാന്ന് പറയുമ്പം അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പം സിബിൻ എന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലൊരു മാനഹാനിയാണ്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. എന്തിനാ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ അതിൻ്റെ ഫയലിംഗ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഹിറ്റ് ചെയ്യുന്നത് വലിയൊരു കോർപ്പറേറ്റ് ജയന്റിനെയാണ്. അപ്പോൾ എനിക്ക് ബാക്കപ്പിന് എനിക്ക് അതുപോലത്തെ ഒരാൾ വേണം, നമ്മൾ നല്ലൊരു അഡ്വക്കേറ്റ് തന്നെ വേണം. അങ്ങനെ നല്ലൊരു അഡ്വക്കേറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗോഡ്സ് ക്രീസ് നല്ലൊരാൾ വീണ് കിട്ടിയിട്ടുണ്ട്, പുള്ളി എൻ്റെ കൂടെ നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ട്.
ഞങ്ങൾ അതിൻ്റെ ഡ്രാഫ്റ്റിങ്ങും ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ വേണമല്ലോ, വെറുതെ കൊണ്ട് വെച്ച് കൊടുക്കുന്നതിന് പകരം പ്രോപ്പർ എവിഡൻസസും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാൻ പറയുന്നത് 3 ദിവസം എന്നെ ഒരു സിമിയെ കൊണ്ടൊരു 3 ദിവസം ഷോയിൽ നിന്ന് നിങ്ങൾ എപ്പോഴും വേണം പുറത്താക്കാം. ഇതാണ് കോൺട്രാക്റ്റിലുള്ളത്. പുറത്താക്കി കഴിഞ്ഞാൽ വീട്ടിൽ വിടണം. 3 ദിവസം പൂട്ടിയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. ശരിയോ തെറ്റോ? പുറം ലോകവുമായി യാതൊരു ബന്ധം പെടാതെ എന്നെ ഒരു മുറിയിൽ 3 ദിവസം പൂട്ടിയിടുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് അല്ലേ? അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇടപെടട്ടെ. എന്നെ പൂട്ടിയിട്ട് 3 കൊല്ലം. എനിക്ക് പരാതി ഉണ്ടതിൽ. 3 ദിവസം എനിക്ക് പരാതി ഉണ്ടതിൽ. 3 ദിവസം എന്നെ പൂട്ടി. അപ്പോൾ ആ പരാതി നമുക്ക് ഇനി ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ നോട്ടീസ് ഒക്കെ ഇപ്പോഴായിരിക്കും. വിത്തിൻ ഒരു 2-3 ഡേയ്സ് പരിപാടികൾ ചെയ്യും. ഇതിന്റെ എല്ലാം അതിൻ്റെ ഉള്ളിലുള്ള തുടക്കം എന്ന് പറഞ്ഞാൽ ജാസ്മിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പവർ റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വന്നിരിക്കുന്നത്. ജാസ്മിനുമായിട്ട് എന്തെങ്കിലും മുൻവൈരാഗ്യം ചേട്ടനുണ്ടോ? ഇല്ല. ജാസ്മിന് എങ്ങനെയാ? മുൻവൈരാഗ്യം ഇല്ല, ഇപ്പോഴും ഇല്ല, ഇനി അങ്ങോട്ടും ഇല്ല. ജാസ്മിൻ എങ്ങനെയാ ആദ്യമായിട്ട് കാണുന്നത്? ഷോയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് സിബിനേട്ടൻ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സിബിനേട്ടൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ മുഖഷേപ്പാണ് ജാസ്മിനെ. എന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ അത് കാണിക്കേണ്ടി വരും. ഞാൻ കണ്ടിട്ടില്ല. ആ കുട്ടി കല്യാണം കഴിഞ്ഞ് ജീവിക്കുക, പാവം, അത് ജീവിച്ചു പോട്ടെ, അതിനൊന്നും നമ്മൾ ശല്യം ചെയ്യാൻ പോണ്ട. ഒന്നുമില്ല, ഞാൻ തമാശക്ക് പറഞ്ഞാണെന്നേ. അതൊക്കെ ചുമ്മാ ഫണ്ണിന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവളുടെ മുഖമുണ്ട് പണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തമാശയായിട്ട് പറഞ്ഞു. പച്ചവെള്ളം ഞാൻ കുടിക്കില്ല. അത് ഞാൻ ഈ എന്താ പറയാ, ഞാൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ മാപ്പ് ചോദിച്ചതിന് ശേഷം അത് വേണ്ട മറ്റവനെ മറിച്ചാണെങ്കിൽ പിന്നെ ഞാൻ ആലോചിച്ചു അദ്ദേഹമായിട്ട് ഒരു കമ്പനിയുടെ ആവശ്യമില്ല, അത് കട്ട് ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ച് ചെയ്തത്. ഇമോഷണലായിട്ട് പറഞ്ഞത്. ഇത്തവണത്തെ ഷോയുടെ എല്ലാം ചേഞ്ച് നടത്തിക്കൊണ്ടിരുന്ന ലാലേട്ടനാണ്. ഷോ ചേഞ്ച് ചെയ്ത് വിട്ടത് ലാലേട്ടനാണ്. ഇപ്പം ലാലേട്ടനല്ല, നമ്മൾ കണ്ട പ്രേക്ഷകർ ചെവിയിൽ പറയുന്നവനാണ്. അപ്പൊ ഞങ്ങൾ കണ്ട നോക്കുമ്പോൾ ലാലേട്ടനാണ് ഇത് ചേഞ്ച് ചെയ്ത് വിട്ടിരിക്കുന്നത്. സിജോയും മറ്റേ റോക്കിയും തമ്മിലുള്ള ഇടി വരെയും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ലാലേട്ടൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇടിക്കണമെന്ന് പറഞ്ഞോടാ ഇവൻ ഇടിക്കുമെന്ന്. ചുമ്മാ അങ്ങനെ ലാലേട്ടൻ തല വെച്ച് കൊടുക്കല്ലേ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് സ്ക്രിപ്റ്റാണ്. ഹീ സ്ട്രിക്ട്ലി ഫോളോയിങ് ദി സ്ക്രിപ്റ്റ്. ലാൽ സാർ എന്നോട് പറഞ്ഞൊരു സാധനമുണ്ട്. സിബിൻ പ്രൊവോക്ക് ആവുന്നുണ്ടോ? ഇല്ല സാർ, പ്രൊവോക്കിങ് ആക്കിച്ച് തരാം. അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണോ മോഹൻലാൽ? നമുക്ക് എത്ര വർഷമായിട്ട് മോഹൻലാലിനെ അറിയാം. ഇപ്പം പുള്ളിയുടെ പ്രൈവറ്റ് ലൈഫും പബ്ലിക് ലൈഫും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പുള്ളി എവിടെയും അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾക്കൊരാളോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ക്യാരി ചെയ്യരുത്, നിങ്ങളുടെ തോളായിരിക്കും വേദനിക്കുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കും? ഇല്ല, ഇതൊക്കെ കൃത്യമായി പുള്ളിക്ക് കൊടുക്കുന്ന സ്ക്രിപ്റ്റാണ്. വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറിന്റെ സ്ക്രിപ്റ്റാണ്. ആവട്ടെ. അപ്പം ഇപ്പൊ സിബിനേട്ടന്റെ കാര്യത്തിലും അങ്ങനെ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. വീക്കെൻഡ് ഡയറക്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഷോ ഡയറക്ടർ ചെയ്യുന്ന ആളിൽ നിന്നാണ് ഇങ്ങനെ ഒരു സിബിനേട്ടനെ പുറത്തിറക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ആ സാധനം വന്ന്, അല്ലെങ്കിൽ സിബിനേട്ടനെ ഒന്നുകൂടെ മെന്റലി ഡൗൺ ആക്കി. ഇത്രയും വലിയൊരു ഷോയിലേക്ക് ഇതേപോലെയുള്ള പല കാര്യങ്ങളും പ്രതീക്ഷ തന്നെയല്ലേ നിങ്ങൾ അങ്ങോട്ടേക്ക് കയറിയത്? ഞാൻ എന്താണ് റോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഈ ലാൽ സാറിന്റെ എപ്പിസോഡിൽ എന്നെ ചീത്ത പറയുന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. ഞാൻ എന്നിട്ട് ജാൻമണിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ജാൻമണി ഞാൻ കോട്ട് ഇടണോ ജാക്കറ്റ് ഇടണോ, ചീത്ത കേൾക്കാൻ പോവാണ്, അങ്ങനെ ഞാൻ ചോദിച്ചിരുന്നു. ഭയങ്കര ഫണ്ണായിട്ട് തന്നെ ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തു. കോട്ടിട്ടിട്ട് സോറി ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തു നോക്കി. അപ്പോൾ വി നോർ എക്സ്പെക്ട് ഇത് ഇൻസൾട്ടിങ് ലെവലിലേക്ക് നീ നിന്റെ വീട്ടിൽ ഇങ്ങനെ കാണിക്കുമെന്നാണ് ചോദിച്ചില്ലേ? എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ ക്യാമറ ഇല്ല, എൻ്റെ വീട്ടിൽ ഷോ നടക്കുന്നില്ല, അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് മിഡിൽ ഫിംഗർ കാണിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനു, അവരെയൊക്കെ എന്തിനാ അദ്ദേഹം ഒരു ഷോയിൽ കൊണ്ടുവരുന്നത്? ഭയങ്കര മോശം സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, ഇൻസൾട്ടിങ് അല്ലേ അത്? നിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനൊന്നും മിഡിൽ ഫിംഗറിന് അർത്ഥം പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഞാൻ പറയുന്നത് വെച്ചാൽ അവർ അത്രയ്ക്കും ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ എന്തിനാ? അപ്പം ഇയാൾ ഇത് പറയിപ്പിക്കുമ്പോൾ, ലാൽ സാറിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുമ്പോൾ അങ്ങനെ പറയും. അപ്പോഴെൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന എൻ്റെ അച്ഛനമ്മയുടെ മുഖമൊക്കെയാണ്. ഈ ഇദ്ദേഹം മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് നിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ നീ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻസൾട്ടിങ്. ഇല്ല ഇല്ല, ലാൽ സാറിന് എന്നെ അറിയത്തില്ലല്ലോ, ലാൽ സാർ മറക്കും. ശനിയാഴ്ച വരുമ്പോൾ പുള്ളിക്ക് ഓക്കെ ബിഗ് ബോസ് വരൊക്കെ ഓക്കെ ഇന്ന ആൾക്കാർ, അത് കഴിഞ്ഞ് പോകുമ്പോൾ ഈ പറഞ്ഞു വരുന്നത് ലാലേട്ടൻ ഷോ കാണുന്നില്ല എന്നുള്ളതാണ്. ലാൽ സാറിന് ഷോ കാണാനുള്ള സമയം ഉണ്ടോ? ലാൽ സാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഇതൊരു ജോലിയല്ലേ, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, കൃത്യമായിട്ട് ഡയറക്ടർ പറയുന്നത് കേട്ട് ഞാൻ ജോലി ചെയ്യുന്നു എന്നാണ് ലാലേട്ടൻ പറയുന്നത്.
പക്ഷേ എനിക്ക് ഞാൻ ലാൽ സാറിനെ പഠിപ്പിക്കുന്നൊന്നുമല്ല, ബട്ട് എനിക്ക് ഉള്ള ഒരു ഡിസഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിയാലിറ്റി ഷോയാണ്. ഇതിലൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ജനങ്ങളുടെ അഭിപ്രായം, ജനങ്ങൾ പറയുന്നു, ജനങ്ങളുടെ ആവശ്യമെന്ന് പറയുമ്പോൾ അത് ജനഹിതം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. അല്ല നമ്മൾ പറയാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, സീസൺ 1 പ്രളയം വന്ന സമയത്ത് ഇദ്ദേഹം ലാൽ സാർ ഇതകത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പ്രളയമാണ്, ഇങ്ങനെ പേർളി മാണിയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാവരും സേഫാണ്. അതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ്, അത് ഇവരെ അറിയിക്കണം എന്നുള്ളത്. നേരെ മറിച്ച് ഷോയുടെ നല്ലതിന് വേണ്ടി അത് ഒളിച്ചു വയ്ക്കുന്നതോ തെറ്റാണ്. അപ്പം വെളി നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അകത്തേക്ക് കാര്യങ്ങൾ കൊടുക്കുക വേണ്ടെന്നുള്ളത് ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. അത് ഫോളോ ചെയ്യണം. അത് അല്ലെങ്കിൽ റിയാലിറ്റി ഷോ എന്ന് വിളിക്കരുതിനെ, TV സീരിയൽ എന്ന് വിളിക്കണം. സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരൊറ്റ എക്സ്പെർട്ടേ ഉള്ളൂ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്.